ശ്രീരാമഭക്തയും ആദിവാസി സ്ത്രീയുമായ ശബരി പതിറ്റാണ്ടുകളോളം തൻ്റെ കാട്ടിലെ ചെറിയ കുടിലിൽ ഒരേയൊരു സ്വപ്നവുമായി ജീവിച്ചു. ശ്രീരാമനെ ഒരിക്കൽ നേരിൽ കാണുക. തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾക്കനുസരിച്ച് രാമദർശനത്തിൻ്റെ മഹത്തായ നിമിഷത്തിനായി അവൾ തൻ്റെ ജീവിതം സമർപ്പിച്ചു. ദിനംപ്രതി കാട്ടിൻ്റെ പച്ചപ്പിനിടയിൽ വനപുഷ്പങ്ങളുടെ സുഗന്ധത്തിലും പക്ഷികളുടെ കുയിൽപ്പാട്ടത്തിലും അവൾ ദിനങ്ങൾ കഴിച്ചു. ഓരോ രാവിലെയും അവൾ കുടിലിനോട് ചേർന്ന് ഒഴുകുന്ന ചെറു നദിക്കരയിൽ വെള്ളം കൊണ്ടുവന്നു. ചുറ്റുമുള്ള വനപുഷ്പങ്ങളാൽ വഴിയോരങ്ങൾ അലങ്കരിച്ചു. മനസ്സിൽ രാമനാമം ജപിച്ചു. കാലം കടന്നുപോയി. മഴകളും വേനലും അനവധി വന്നുപോയെങ്കിലും അവളുടെ ഭക്തിയും പ്രതീക്ഷയും ഒരിക്കലും മങ്ങിയില്ല. അവൾ പതിവായി കാട്ടിൽ നിന്നുള്ള പാകം ചെയ്ത പഴങ്ങളും തേനും ശേഖരിച്ചു. മനോഹരമായി ഒരു ചെറുകുട്ടയിൽ വെച്ച് സൂക്ഷിച്ചു. ഒടുവിൽ ഒരു ദിവസം ശബരിയുടെ കാതുകൾക്ക് വനത്തിൻ്റെ ആഴത്തിൽ നിന്നും വരുന്ന ശബ്ദം കേട്ടു. അവളുടെ ഹൃദയം സ്പന്ദിച്ചു. തൊട്ടുപിന്നാലെ കയ്യിൽ വില്ലുമായി ശ്രീരാമൻ സഹോദരൻ ലക്ഷ്മണനൊപ്പം അവളുടെ കുടിലിൻ്റെ മുന്നിലെത്തി. ആ നിമിഷത്തിൽ ശബരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദശാബ്ദങ്ങളായി മനസ്സിൽ കണ്ടിരുന്ന ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമായി. നേരത്തെ തന്നെ ശേഖരിച്ച പഴങ്ങൾ അവൾ രാമന് സമർപ്പിക്കാൻ മുന്നോട്ട് വന്നു. പക്ഷെ അവളുടെ മനസ്സിൽ ഒരു ചിന്ത: ഇവ രാമന് ഇഷ്ടപ്പെടുമോ? മതിയായ മധുരമുണ്ടോ? അതിനാൽ ഓരോ പഴവും രുചിച്ചു നോക്കി മധുരമുള്ളവ മാത്രം തിരഞ്ഞെടുത്തു. മറ്റുള്ളവർക്ക് ഇത് അനൗചിത്യമായി തോന്നിയേക്കാം, പക്ഷെ അവളുടെ മനസ്സിൽ അത് ശുദ്ധമായ സ്നേഹവും ആത്മാർത്ഥതയും മാത്രമായിരുന്നു. എല്ലാം മനസ്സിലാക്കിയ രാമൻ ഒരു നിമിഷം പോലും വിസ്മയിക്കാതെ ആ പഴങ്ങൾ സ്നേഹത്തോടെ സ്വീകരിച്ചു. അവൻ അറിഞ്ഞിരുന്നു, ഇവിടെ സമർപ്പിക്കുന്നത് പഴങ്ങളല്ല, ഒരു ജീവിതകാലം മുഴുവൻ കരുതിയിരുന്ന അമോഘമായ ഭക്തിയും നിരപരാധമായ സ്നേഹവുമാണ്. ശബരിയുടെ കഥ മനുഷ്യരാശിക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു സന്ദേശം നൽകി. യഥാർത്ഥ ഭക്തി ഹൃദയത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. ആചാരങ്ങളോ ബാഹ്യരൂപങ്ങളോ അതിനെ നിർവചിക്കുകയില്ല.